ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്ന ഒരു ക്ലീനിങ് വീഡിയോ ആണ്. ക്ലീനിങ് എന്ന് പറയുന്ന ഒരു ജോലിയല്ല, അതൊരു ഹാബിറ്റാണ്. ക്ലീനിങ് ഒരു ജോലിയായി എടുക്കുമ്പോഴാണ് നമുക്കത് ഇരട്ടി ബേർഡൻ ആകുന്നത്. എല്ലാ ദിവസവും വീടിൻ്റെ എല്ലാ ഭാഗവും കൃത്യമായി ക്ലീൻ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊരു ജീവിതശൈലിയായി തന്നെ മാറിക്കൊള്ളും. വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നായി അത് മാറില്ല. നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കും. ബെഡ്റൂംസ് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണമെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിന്നെ ഒരു കാര്യം, എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുക എന്നത് സാധാരണമാണ്. അതുകൊണ്ട് വീക്കിലി വൺസ് ഒരു ഡീപ്പ് ക്ലീൻ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ബെഡ്റൂം നാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ സ്ഥാനം തെറ്റിയും അശ്രദ്ധമായും മടി കൊണ്ടും പലപ്പോഴും അതൊക്കെ അസ്ഥാനത്തായി കിടപ്പുണ്ടാകും. ആദ്യം ബെഡ്റൂമിൽ ആവശ്യമില്ലാത്ത ഐറ്റംസ് അവിടെ നിന്ന് എടുത്തു മാറ്റുക. ഉപയോഗിച്ച തുണി കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് പെറുക്കി മാറ്റണം. കഴുകാനുള്ള തുണികൾ പ്രത്യേകം ഒരു ബിന്നിലോ ബാസ്ക്കറ്റിലോ മാത്രം ഇട്ട് മാറ്റി വയ്ക്കണം. ഹാങ്കറിൽ തൂക്കേണ്ടവ കൃത്യമായി ഹാങ് ചെയ്യണം. മടക്കി വയ്ക്കേണ്ടവ കബോർഡിൽ അതാത് സ്ഥാനത്ത് മടക്കി വയ്ക്കുക. അതിനുശേഷം ചെറിയ പൊടികൾ പോലും ക്ലീൻ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർട്ടനുകൾക്ക് പിന്നിൽ, കട്ടിലിനടിയിൽ, കബോർഡിൻ്റെ സൈഡിൽ തുടങ്ങി സാധാരണ കയ്യെത്താത്ത ഇടങ്ങളിലും, ഫാൻ, ഫ്ലവർ പോട്ട് തുടങ്ങിയ ഇടങ്ങളിലും നന്നായി ക്ലീൻ ചെയ്യണം. ചെടികൾ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണെന്ന് അറിയാമല്ലോ. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇലകളിൽ ഒന്ന് തുളച്ചു കൊടുക്കുന്ന അതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കും. എൻ്റെ എല്ലാ ബെഡ്റൂമിലും ഒരു ഇൻഡോർ പ്ലാന്റ് എങ്കിലും ഞാൻ വയ്ക്കാറുണ്ട്. ലൈസോളിൻ്റെ കൂടെ കുറച്ച് പുൽത്തൈലം കൂടി മിക്സ് ചെയ്ത് ഫ്ലോർ ക്ലീനിങ്ങിന് ഉപയോഗിച്ചാൽ ഫ്ലോർ വൃത്തിയാകുന്നതിനൊപ്പം പല്ലി, പാറ്റ തുടങ്ങിയവയുടെ ശല്യം ഒഴിവാക്കാനും സാധിക്കും. ഡസ്റ്റ്ബിൻ വാങ്ങുമ്പോൾ ഇൻറ്റേർണൽ പാർട്ട് മാത്രമായി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത് സെലക്ട് ചെയ്താൽ ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും.
പ്രസ് ചെയ്ത് ഈസിയായി തുടയ്ക്കാവുന്ന ഫ്ലോർ ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ് ഷോപ്സിൽ അവൈലബിൾ ആണ്. അത്തരത്തിലൊന്ന് ഉപയോഗിക്കുന്നത് ക്ലീനിങ് വളരെ ഈസിയും ഒപ്പം നീറ്റും ആയിരിക്കും. ക്ലീനിങ് പൂർത്തിയാക്കിയതിന് ശേഷം സ്ഥാനം തെറ്റിയ ഐറ്റംസ് എല്ലാം യഥാസ്ഥാനത്ത് തിരിച്ചു പ്രതിഷ്ഠിക്കണം. ബെഡിൽ വിരിക്കാനുള്ള ബെഡ് സ്പ്രെഡ് അതാത് ബെഡിനടിയിൽ തന്നെ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇൻറ്റേർണൽ ബോക്സ് ടൈപ്പ് കട്ടിലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഏറെ സൗകര്യപ്രദമാണ്. ഇങ്ങനെ എല്ലാ ബെഡ്റൂംസും വളരെ ശ്രദ്ധയോടെ വൃത്തിയായും ഇട്ടാൽ അതിൽ ഉറങ്ങാനും ഉണരാനും നല്ല സുഖമായിരിക്കും. ഉറക്കം വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നന്നായി ഉറങ്ങാൻ ആ അന്തരീക്ഷം ഏറെ ഗുണം ചെയ്യും. ഇനി വീട്ടിൽ കൂടുതൽ റൂംസ് ഉണ്ട്, ഒന്നിച്ച് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ ആഴ്ചയും 1-2 റൂംസ് വീതം ചെയ്താലും മതി. പക്ഷേ എല്ലാ റൂംസും ഒരു വട്ടം ക്ലീൻ ചെയ്തിരിക്കണം. രാവിലെ ഉണരുമ്പോൾ തന്നെ ഉപയോഗിച്ച ബെഡ്ഷീറ്റ് മടക്കി വെച്ച് ബെഡ് വിരിച്ച് ഭംഗിയോടെ സൂക്ഷിക്കാൻ എല്ലാ ദിവസവും വീട്ടിലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോരുത്തരും അവരവരുടെ ബെഡും ബെഡ്റൂംസും ശ്രദ്ധിച്ചാൽ അതായിരിക്കും എന്നും ഭംഗിയായി കിടക്കാൻ നല്ലത്. എല്ലാവരും ചേർന്ന് ബെഡ്റൂം ക്ലീനിങ് നിർവഹിക്കുന്നതും വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതും ഒരു ശീലമാക്കണം. എല്ലാം പൂർത്തിയാക്കി ഭംഗിയായി വിരിച്ചിട്ടിരിക്കുന്ന ബെഡ്റൂം മനസ്സിന് തരുന്ന ആനന്ദവും പ്രദാനം ചെയ്യുന്ന ഉന്മേഷവും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ.